ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറിന് പറ്റിയൊരു കറിയാണ്. അതിനാദ്യം വേണ്ടത് 1/2 കപ്പ് തുവരപ്പരിപ്പ്. നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് തുവരപ്പരിപ്പിന് 1/2 കപ്പ് വെള്ളം ചേർത്ത് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെയാണ് ഇതിൻ്റെ പരുവം. 8 മുതൽ 10 വരെ വെണ്ടയ്ക്ക് ഞാനിവിടെ ഇതുപോലെ നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ചുവന്നുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി എടുക്കുക. ഏകദേശം 1 മിനിറ്റ് വഴണ്ട് കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റുന്നത് വെണ്ടയ്ക്ക കറിയിലിടുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാനും ഇതിൻ്റെ കൊഴുപ്പ് കൂടിയിട്ട് കറി ഒരുപാടങ്ങ് കട്ടിയായി പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക രുചിയും കിട്ടും. നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 5-6 കാന്താരി മുളക് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തുവരപ്പരിപ്പിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവ 3 കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കറി ഒരുപാട് കുറുകിയതും ഒരുപാട് ലൂസും ആവാത്ത തരത്തിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായി എല്ലായിടും പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2-3 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് മസാലയുടെ. നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പിൻ്റെ പരുവം ഒന്ന് നോക്കാം. എനിക്കിവിടെ ഇതിൻ്റെ പരുവം കറക്റ്റാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മളത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കറി ഇറക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിട്ട് ഒന്ന് ഇളക്കി നന്നായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കറി അടുപ്പത്ത് നിന്ന് വാങ്ങാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കടുക് വറുത്തൊഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ രീതിയിൽ വെച്ചാൽ കഴിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമല്ലോ.